ഹായ് ഗൈസ്, എൻ്റെ കൂട്ടുകാരൻ ജോസഫിനെ ഇന്നലെ പോലീസുകാർ ഭയാനകമായി അറസ്റ്റ് ചെയ്തു ഗൈസ്. ഇവനാണെങ്കിൽ ഏതോ ഒരു അഴയിൽ കിടന്ന അറയോ വീട്ടിൽ കയറിയിട്ട് അവരുടെ ഷഡ്ഡി എടുത്തുകൊണ്ട് ഓടിയെന്ന് പറഞ്ഞാണ് ഇവനെ അറസ്റ്റ് ചെയ്തത്. എന്തിനാണ് ഇവൻ ഷഡ്ഡി മോഷ്ടിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇന്ന് നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സിഞ്ചാനും നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമുക്ക് സിഞ്ചാനെ കൂടെ പോയി വിളിച്ചുകൊണ്ട് വരാം. അവൻ വന്നാൽ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമാണ് ഗൈസ്, അല്ലെങ്കിൽ എൻ്റെ മുട്ടും കാലും പിറക്കും പോലീസ് സ്റ്റേഷനിൽ കയറുമ്പം. ആശാനെ, സത്യത്തിൽ എന്താ പറ്റിയേ? ആശാൻ എന്താ എന്നെ പെട്ടെന്ന് വിളിച്ചത്? എടാ, അത് മറ്റേ ജോസഫ് ഇല്ലേടാ, എന്റെ കൂട്ടുകാരൻ. ഏത്? നമ്മളന്ന് അമ്പലത്തിൽ പൂരം കാണാൻ പോയപ്പം പഴവാന്നും പറഞ്ഞ് ആനയുടെ സമാനത്തിൽ കയറി പിടിച്ച അതല്ലേ? ആടാ, ആ പൊട്ടൻ തന്നെ. ആരെയോ വീട്ടിൽ കയറി ഷഡ്ഡി എടുത്തോണ്ട് ഓടിയെന്ന് എന്നും പറഞ്ഞ് ഇപ്പൊ അവരെല്ലാം കൂടെ പിടിച്ച് കെട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുവോ? എന്റെ പൊന്നാശാൻ, ആശാന് വേറെ പണിയൊന്നുമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വലിയ പഴവാന്നും പറഞ്ഞ് ആനയുടെ സമാനത്തിൽ കയറി പിടിച്ചിട്ട് ആ പൂരത്തിന് ആന ഇടഞ്ഞതും ആൾക്കാരെ ചവിട്ടിക്കൊല്ലുന്നതും നമ്മൾ കണ്ടോണ്ടിരുന്നതാ. എന്നിട്ട് ഇവനെ പിടിച്ച് അകത്തിട്ടപ്പോഴും അപ്പോഴും ആശാൻ തന്നെ പോയി. ആശാന് വേറെ പണിയൊന്നുമില്ല. അത് നീ പറഞ്ഞതും കാര്യമാടാ, പക്ഷെ എനിക്ക് ആകപ്പാടുള്ള ഒരു കൂട്ടുകാരനല്ലേടാ. അത് കാരണം ഞാൻ എന്ത് പ്രശ്നം വന്നാലും അവന്റെ പുറകെ അവനെ രക്ഷിക്കും. എന്റെ പൊന്നോ, അവനാണെങ്കിൽ അങ്ങനെ ഒരു തിരുമന്തനെ ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രക്കും മന്ദനായിട്ടുള്ള ഒരുത്തൻ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ തന്നെ അതിശയമാണ്. എടാ, അതല്ല ഞാൻ നിന്നെ വിളിപ്പിച്ച അതിനല്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോകണം. എന്നിട്ട് അവന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി അവനെ ഇറക്കിക്കൊണ്ട് വരണം. അവനെ ഇറക്കാൻ പറ്റുമോന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ പോലീസുകാർ ഷഡ്ഡി കേസിനൊക്കെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ച് അകത്തിടുവോ? ഷഡ്ഡി തന്നെയാണോ മോഷ്ടിച്ച്? എന്തായാലും നീ വാ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്താ കാര്യമെന്ന് അറിയാലോ. ഞാൻ ഇവിടെ ഇറങ്ങി ക്യാഷ് വണ്ടി അകത്തോട്ട് ഇടി പാർക്ക് ചെയ്യും. ആടാ, ഞാൻ പാർക്ക് ചെയ്യാം. അപ്പൊ നമ്മളിപ്പം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എന്തായാലും അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ചെക്കനാണെങ്കിൽ ഒരു വിവരം കെട്ടവനാണ്. അവനാണെങ്കിൽ ഏത് സ്ഥലത്ത് ചെന്നാലും അവനെ കൊണ്ട് പ്രശ്നം മാത്രമേ ഉള്ളൂ ഗീസ്. എന്തായാലും ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ആശാൻ പുതിയ വണ്ടിയൊക്കെ മേടിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോ ഒരു BMW ആയിരുന്നല്ലോ. ഈ വണ്ടിയൊക്കെ എവിടുന്ന് ആശാനെ ഇറക്കുന്നത്? ഇപ്പൊ എനിക്ക് ഒരു കമ്പനിയിൽ ജോലി ഉണ്ടോ, അത് കാരണം അതിന്റെയൊക്കെ പൈസ. ഓ, ആശാൻ പിന്നെ നൈറ്റ് വർക്ക് ആണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്നും മിണ്ടായിരുന്നു. നമ്മൾ അവന്റെ കാര്യത്തിന് വന്നിരിക്കും. അത് നമുക്ക് പോയി ആ സാറിന്റെ അടുത്ത് സംസാരിക്കാം. എന്തായാലും എന്റെ ആശാനെ, ഒന്നാലും ഈ ഷഡ്ഡി കേസിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദിക്കാതെന്ന് പറയുമ്പോ തന്നെ ഭയങ്കര നാണക്കേടാ. കഴിഞ്ഞിടക്ക് നിന്നെയും പിടിച്ചൊന്ന് അകത്തിട്ടായിരുന്നല്ലോ, അതിന്റെ കഥ ഞാൻ പറഞ്ഞു കൊടുക്കണോ ഇവർക്ക്? വേണ്ട പറഞ്ഞു ഒന്നും കൊടുത്തേക്കല്ലേ. അങ്ങനെ നമ്മളാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാം എന്താണ് അവന് പറ്റിയത്, അതുപോലെ തന്നെ അവന്റെ പേരിലുള്ള കേസ് എന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതെ സാർ, എന്റെ കൂട്ടുകാരനെ ഇന്നലെ നിങ്ങളെല്ലാരും കൂടെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നെന്ന് ഞാൻ അറിഞ്ഞു. എന്തായിരുന്നു കാര്യം? ആ സാറേ, ഷഡ്ഡിയൊക്കെ ഇങ്ങനെ എടുത്തെന്നും പറഞ്ഞ് ഇവനെ അകത്തിടാനുള്ള കുറ്റവും ചെയ്തിട്ടുണ്ടോ? നീ ഒന്ന് അവന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കിയാ ഷഡ്ഡിയാണോ വേറെ വല്ലതാണോ എടുത്തത്? ഇന്നലെ SI സാറ് വരുമായിരുന്നു. SI സാറിന്റെ അടിക്ക് ചെന്നിട്ട് ഇവൻ ഷഡ്ഡി കൊള്ളാന്ന് പറഞ്ഞ് ഷഡ്ഡിക്ക് പിടിച്ചു വലിച്ചെടുത്തോണ്ട് ഓടിയെന്ന്. അതിനാ അവനെ അകത്തിട്ടിരിക്കുന്നു. ആശാനെ, ഞാൻ പണ്ടേ ആശാന്റെ പറഞ്ഞു ഇവൻ കുന്തനാന്ന്, ഇവനെ വിശ്വസിക്കരുത്. എടാ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്തുവോ സംഭവിച്ചു ഇന്നലെ? സത്യത്തിൽ നീ തന്നെ പറ. ഇന്നലെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനില് സൈഡിലായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങളെല്ലാം പിള്ളേരും കൂടി കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും അതിന്റെ തൊഴുത്തൻ പന്തടിച്ച് നേരെ എറിഞ്ഞിട്ടപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷന് ഭയങ്കര പരിപാടിയൊക്കെ നടക്കുന്നു. അതിന്റെ ഇടക്കോട്ടാ പന്ത് പോയെ. അപ്പോഴത്തേക്കും പോലീസുകാരനായിട്ടുള്ള ഒരു പുള്ളിയുടെ ബാക്കിലായിട്ട് ഈ പന്ത് എന്ന് ഒട്ടിയിരിക്കുന്നു. ഞാനാണെങ്കിൽ പുള്ളി അടുത്ത് ചെന്നപ്പോൾ പുള്ളി ചോദിച്ച് എന്താടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വലിച്ചെടുത്തോണ്ട് ഓടിയതാണ്. അപ്പോഴത്തേക്കും ആ പന്തിന്റെ കൂടെ ഷഡ്ഡി ഇവിടെ വന്നടാ. അതാ ഇന്നലെ സംഭവിച്ചത്. എടാ, പുള്ളി എന്താന്ന് ചോദിച്ചപ്പോ നിനക്ക് കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ? നീ എന്തിനാ പന്തെടുത്തോണ്ട് ഓടാൻ നോക്കിയേ? അത് കൊള്ളാന്ന് പറഞ്ഞ എന്തിനാടാ? നല്ലതാ കേട്ടോ, പുറത്ത് നിനക്ക് നല്ല പേരാ. ഷഡ്ഡിക്കളനെന്ന് കൂടെ ആയി. കഴിഞ്ഞ ദിവസം ആ ആനയുടെ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാൻ തന്നെ വന്നു. ഇപ്പൊ ഷഡ്ഡിക്കളം കൂടെ ആയി. നല്ല പേരായി നിനക്ക്. അതെയാ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഞങ്ങൾ ഇറക്കാൻ വിചാരിച്ചാൽ പറ്റുമോ? SIയുടെ ഷഡ്ഡിയാണോ നീ വലിച്ചോണ്ട് ഓടിയേ? അതെയാ, എങ്ങനെയെങ്കിലും ഊത്തിന്നൊന്ന് ഊരിത്താടാ. ഇവരെന്നെ വിടത്തില്ലെന്നൊക്കെയാ പറയുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ഊരിത്താ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഇഷ്ടപ്പെട്ട താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.